സാർ അതിനെതിരെ ആക്ഷൻ ഒന്നും എടുക്കരുത്. നമ്മളുള്ള സ്നേഹത്തിന്റെ പുറത്ത് അന്നേരത്തെ ദേഷ്യത്തിന് അറിയാതെ അയച്ചതായിരിക്കും. ആക്ഷൻ ഒന്നും എടുക്കത്തില്ല. അയാളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെ തെറി പറയാൻ പറ്റും? എന്റെ പകുതി എനിക്ക് മനസ്സിലായിട്ട് പോലും. ഒരാള് ബാംഗ്ലൂരു ബെറ്റുണ്ടോ ഹായ്, ഐ ആം ആന്റണി. യു സ്വീറ്റ് നെയിം? Reina. ഹായ്, ഐ എം സഞ്ജു. ഹലോ, ഐ ആം മനോരൻ. Hi, Reina. വേർ ആർ യു ഫ്രം? Mumbai. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, വേർ ഇൻ മുംബൈ ഈസ് ഇൻ യുവർ റെഡ് സ്ട്രീറ്റ്. മ്യൂസിക്. No. നിനക്ക് ബിസ്ക്കറ്റ് വേണോടാ? വൈ നോട്ട്? ആ ക്രീം ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഭക്ഷണത്തെ നിന്നിക്കുന്നു കഴിയടാ. നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? എന്തു വെച്ചാ ഞാൻ കപ്പലണ്ടി മാഫിയ തലവനാണെന്നും പറഞ്ഞ് ആ മിത്രപാത്രം എടുത്ത് എന്റെ തലയിലടിച്ചത് ഒന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ? അയ്യോ, എന്നിട്ട് എന്തു പറ്റി? 3 സ്റ്റിച്ച് ഉണ്ട്. ഇതിലാണോ? പിന്നെ ഒരു സമയമൊക്കെ ആയിരുന്നപ്പോ എനിക്ക് ഒറ്റയ്ക്ക് തുള്ളണമെന്ന് തോന്നുമ്പോ ഞാൻ നമ്മുടെ ക്രിസ്മസിന് മേടിച്ച ലൈറ്റും കിടുതാപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്തൊക്കെ എവിടെയൊക്കെ തൂക്കി ഞാനങ്ങ് ഡാൻസ് കളിക്കും 2 എണ്ണമൊക്കെ അടിച്ചോണ്ട്. ആ ബിബീഷ് ബാക്കിലുണ്ട്. ചേട്ടനൊന്ന് മാറിക്കേ. എങ്ങനെയുണ്ട്? അല്ല, ഇത് വേണ്ട, ഞാൻ വേറൊരു ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അത് അയച്ചിട്ടാ മതി. ഞാൻ സത്യം പറയാം, എന്റെ പേര് ജസ്റ്റ് എന്നാണ്. ഉമ്മാരും എന്റെ ബന്ധുക്കളൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ ആരുമില്ല. ഇവിടുത്തെ പേരിന് കെട്ടാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞതാ. സത്യം എന്തായിരുന്നു പറയണ? ഞാനിതുപോലെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ആരും ചെയ്യിപ്പിച്ചാ പോരെ? എന്തിനാ മോനെ പാഴ്ചലൊക്കെ? ഇവിടെ എനിക്കാണ്ട് ഒരു 2000 രൂപ വന്നു. 2000 750 രൂപയുടെ പാന ഉള്ള പോലെ എന്തെങ്കിലും ഒക്കെ അങ്ങ് വന്നാ മതി. എനിക്ക് കൊടുങ്കാറ്റ് വേണോ? കൊടുങ്കാറ്റ്. സ്വിച്ച് ഇട്ടോ. അപ്പൊ ഇതോ എന്തോ ചേട്ടൻ ഫാനി നൂരിട്ട് എന്റെ അടുത്ത് പിടിക്കാൻ തന്നെ. ഇപ്പൊ ശരിക്കും ഫിനിഷ്. സ്വിച്ച് ഇട്ടോ. എന്തോ അടുക്കളയിൽ മിക്സി ഓണായി. മോനെ, അമ്മയുടെ പറയണു ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് കേട്ടോ. നമുക്കിനി ഫാന്റെ സ്വിച്ച് എവിടാന്ന് കണ്ടുപിടിക്കാം. അവിയല് ഡ്രൈ ഫ്രൈ ആയി. ഇയാളോട് ഞാൻ പറഞ്ഞ അതിനകത്ത് വെള്ളം ഒഴിക്കണമെന്ന്. നീ എന്തോടെ കാണിച്ചു വെച്ചേക്കുന്നത്? എടാ, എന്റെ കണ്ണ് വെച്ചപ്പോ ഒന്ന് കരിഞ്ഞു പോയി. എങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും? എല്ലായിടത്തും ഞാൻ വേണ്ടേ? ഇപ്പൊ തന്നെ നോക്ക്, തേങ്ങ ഇറങ്ങിട്ട് ഞാൻ വരണ്ടേ ഒന്ന്. എന്റെ കോൺസെൻട്രേഷൻ പോലെ അവിയൽ വേകുമ്പോ അതിന്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കാൻ അവിയൽ എന്താ പ്രസവിക്കാൻ കിടക്കണം? അവരാണെന്നാ അവരെ കണ്ടിട്ട് തന്നെ പേടിയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടല്ലേ. അല്ലെങ്കിൽ ജോർജ് പറയുന്ന ആൾക്കാരൊന്നും അങ്ങനെ മോശമാവാറില്ല. നമ്മൾ മേടിക്കരുത്, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളവരാ. അയ്യോ
നിനക്ക് അരിയാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം തന്നെ ആദ്യം തരാം. എന്നാ സവാള. എനിക്കറിയായിരുന്നു സവാള അറിയാൻ നീ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അത് അറിയാനുള്ള എല്ലാ ടൂൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ക്രിക്കറ്റ് അല്ല ആന്റിക് ഷോപ്പിൽ നിന്ന് മേടിച്ചത്. എങ്ങോട്ട് നീ അത് കടലിനടി പോയിരുന്നാണോ സവാള അരിയുന്നത്? കണ്ണീരിന് ഇനി വിടാ. എങ്ങോട്ട് എന്താ തുഞ്ചത്തൊരു ഞാത്ത്? അതിന്റെ കൂടെ ക്രിയേറ്റ് ചെയ്താ എല്ലാത്തിനും ഒരു കണക്കുണ്ടായാൽ മതി. നമുക്ക് കോടതി വെച്ച് കാണാം. തന്നെ ഞാൻ കാണിച്ചു തരാടോ. എന്താടാ ചേട്ടാ? ഒച്ചയോ? എന്താ ചേട്ടാ അവിടെ ഒച്ച കേട്ടെ? ഗ്ലാസ് വീണ് പൊട്ടിയോ? ആ തൂത്തുകളോ അല്ലെങ്കിൽ ആരെങ്കിലും കവളെ അല്ല കാലെ കൊണ്ട് കയറത്തില്ലേ? എന്താടാ? എന്താവാ? എന്തായി? ജസ്റ്റ് കാഷ്വൽ ടോക്സ്. അവള് പപ്സല്ലോ നിന്നായിരുന്നു. പപ്സ അല്ല, നിന്റെ കവളത്തോടെ പൊടിയിരിക്കുന്നു. എടാ എന്റെ മാർക്കാണ് മാറിപ്പോയത്. അച്ഛൻ അയച്ചതാ, അച്ഛനാ പോയത്. അച്ഛനാ നോക്കട്ടെ. അയ്യോ അയ്യോ ബിൽഡപ്പ് കാണിക്കാണ്ട് നോക്കട്ടെ. ചക്കരെ ഒരു ഉമ്മത്താ, ഒരു സെൽഫി അയച്ചു തരാമോ? അച്ഛനല്ലേ? ആസ്മരിക ഉണ്ട്, അടിപൊളി. നീ വിളിച്ചു ഒന്നുകൂടി വിളിച്ചേ. കിറ്റെക്സ് ഡിസയർ കൊള്ളാലോ. ആ കൊള്ളാവുന്ന ബാഗാ മേടിച്ചു. പിന്നെ ഈ കിറ്റൂടെ എടുത്ത് ബാഗിലെടുത്ത് അത് വേണ്ട. ഈ സാധനം അകത്തേക്ക് കയറി കഴിഞ്ഞാലേ നിനക്കൊരു തോന്നലുണ്ടാവും ഇതിന്റെ അകത്ത് സാധനങ്ങൾ മുഴുവൻ നിന്റെ ആണെന്ന്. അത് ശരിയാവില്ല. നീ അവനെ വിളിച്ചാടാ. അശോക ചെറുക്കന. ആ ഒരു പണി ദേ, ഈ ബാഗിനൂടെ ഫ്രീ കിട്ടിയതാ. നിന്റെ കവറിന്റെ അകത്ത് കിട്ടും. കിട്ടിയാ എന്തോ അമ്മേ. എടാ പോയി മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ചോണ്ട് നീ മാത്രം മേടിച്ചാൽ മതിയോ? റേഷൻ കിടപ്പുണ്ട്. തൽക്കാലം നീ മീൻ മാത്രം മേടിച്ചോണ്ട് വന്നാ മതി. ഇത് എന്ത് കോലോടാ ഇത്? റൈഡർ ലൈഫ് അമ്മ. ജോഹര എവിടെ പോണ്? ട്രിപ്പാണാ? ഒരു തെറ്റാണല്ലോ. ഗോവ ഗോവർണം വഴി മണാലി. ഇതൊക്കെ ലൈഫാടോ ലൈഫ്. അത്രയും കറക്കവും പൊളി. ഡാ മോനെ, നല്ല കണ്ണഞ്ചാള തന്നെ നോക്കി മേടിച്ചോണ്ട് വരണേ. കണ്ണഞ്ചാളെ മണാലി സ്പെഷ്യൽ കണ്ണഞ്ചാള, മോംസ് ഫേവറേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത്തവണ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരും. പോട്ടെ.